Once again, I want to thank the Lord for the ways that He has made us to all be together with you all. വളരെയധികം തിരക്കിനിടയിൽ നിങ്ങൾ ഇങ്ങനെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിൽ കർത്താവിനും നിങ്ങൾക്കും ഒരുപോലെ നന്ദി പറയുന്നു. I want to thank the Lord and all of you, even you are in amidst your busy schedules, you've taken time to take part in this Bible study. പകലെല്ലാം രോഗികളുമായിട്ട് ഇടപെട്ട് ജോലി ചെയ്തും മറ്റും ക്ഷീണിതരായിരിക്കുന്ന ഡോക്ടേഴ്സ്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജസ്റ്റിൻ ബെഞ്ചമിൻ, നിങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. After a lot of time that during the daytime you have spoken to, met the patients, and through all this the Lord has given you the grace to be a part of this meeting, and want to thank the Lord for this wonderful time. ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. I have been sharing to you from the life experiences. എൻ്റെ ജീവിതാനുഭവങ്ങൾ ഒന്നും നിങ്ങൾ മാതൃകയാക്കരുത്. Do not make my life experiences as a model. യേശു ആയിരിക്കണം നമ്മുടെ മാതൃക. Jesus should be our only model. ഉപദേശങ്ങൾ യേശു പറഞ്ഞതായിരിക്കണം. Whatever the instruction should be coming from the Lord Jesus. കാരണം ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ കോളിംഗ് ആണുള്ളത്. അവരോടുള്ള ദൈവത്തിന്റെ ഇടപാടുകളും വ്യത്യസ്തമാണ്. Because each person have their own specific calling, and the way that the Lord deals with them and uses them are in different manners. എനിക്ക് എന്നോടുള്ള ദൈവത്തിന്റെ വിളിയോടുള്ള ബന്ധത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ ഉണ്ടാവും. ആ അനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിച്ചെന്ന് വരികയില്ല. For me, the Lord would have given me specific appearances according to my calling, and for you, if you want to apply that in your life, it may not be bringing to fruition. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് ഓപ്പറേഷൻ മൊബിലൈസേഷനിലെ അനുഗ്രഹീതമായ പ്രവർത്തനത്തിന് ശേഷം എൻ്റെ സെക്കൻഡ് ഇയർ പഠനത്തിനായിട്ട് ഹരിയാനയിലേക്ക് മടങ്ങി വന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. Last week I shared about how I spent my vacation by working in the Operation Mobilization organization, and how I came back to my second year of my Bible studies. ഞാൻ ചെന്നതായിട്ടുള്ള ബൈബിൾ കോളേജ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ കോളേജായിരുന്നു. ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു കോളേജായിരുന്നു. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന ഒരു കോളേജായിരുന്നു. എങ്കിലും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അധ്യാപകർക്കും അതിന്റെ സ്ഥാപക പ്രസിഡന്റിനുമൊക്കെ ആ കാലഘട്ടത്തിൽ. Though the Bible college was honoring the word of God, they believed in the Holy Spirit, but they did not give much importance to the gift of the Holy Spirit, neither the teachers nor the president of the Bible college. അന്യഭാഷാ പ്രവചനങ്ങൾ, രോഗശാന്തി, നൃത്തം ചെയ്തുള്ള ആരാധനകൾ, ഇതിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. They didn't show much interest in speaking in tongues or prophecies or healing or worshiping the Lord with dance. They didn't have much interest in these things. ഞാൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ വിശ്വസിക്കുന്നു. I believe in the gifts of the Holy Spirit. അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, പ്രവചനമുണ്ട്, രോഗശാന്തി വരമുണ്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നൃത്തം ചെയ്തുള്ള ആരാധനയുണ്ട്. ഇതെല്ലാം വിശുദ്ധ ബൈബിളിൽ ഉള്ളതും ദൈവത്തിന്റെ ദാസന്മാരുടെ അനുഭവങ്ങളുമാണ്. There are gifts of the Holy Spirit like speaking in tongues, prophecy, gifts of healings, and worshiping the Lord with the fullness of the Spirit, and these are all the experiences of the saints. അത് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. And it has been written specifically, literally in the Holy Bible. അതുകൊണ്ട് എല്ലാവരും പറയുന്ന അന്യഭാഷയും എല്ലാവരും വ്യാഖ്യാനവും എല്ലാവരുടെയും പ്രവചനവും എല്ലാവരുടെയും ആരാധനയും ഞാൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയല്ല. So that doesn't mean that I accept everyone's speaking in tongues or the interpretation or the way they worship God. ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരിൽ നിന്ന്, ഉപദേശത്തിൽ നിലനിൽക്കുന്നവരിൽ നിന്ന് ഉണ്ടാകുന്ന കൃപാവരങ്ങളെയാണ് ഞാൻ അംഗീകരിക്കാറുള്ളത്. I usually accept the workings of the gifts of the Holy Spirit of those who life is walking in holiness, and that they are showing it in their nature. ഉപദേശത്തിലും നിലനിൽക്കുന്നവരായിരിക്കും അവർ. And also that they are standing by the doctrines of the word of God. ഒരു പക്ഷേ ചിലപ്പോൾ നെബൂഖദ്നേസറിലൂടെ, ഫറവോനിലൂടെ, ബിലിയാമിലൂടെ ദൈവാത്മാവ് സംസാരിച്ചെന്നിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ദൂതുകളെ ഞാൻ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ശുശ്രൂഷകരെ ഞാൻ അടുപ്പിക്കാറില്ല. Sometimes even God can speak through or use people like Nebuchadnezzar or pharaohs, and I accept their ministries, but I do not want to associate with them.
എന്നാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ അന്യഭാഷ എൻ്റെ ഒരു സ്നേഹിതൻ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഡീൻ വന്ന് അദ്ദേഹത്തിന്റെ വാകുത്തുന്നു, കൊങ്ങാക്കി പിടിക്കുന്നു. അത്ര എതിരായിരുന്നു അദ്ദേഹത്തിന് അന്ന്. So when I had been there, or when one of my friends had spoken in the tongues, the dean of the college had come and held on to his throat, and there were a lot of oppositions to it. അതൊക്കെ നിന്നുപോയി എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു ആ ഇംഗ്ലണ്ടുകാരൻ. That a person from England had believed that these are all had ceased. ബൈബിൾ പൂർണ്ണമായപ്പോൾ ഇതെല്ലാം നിന്നുപോയി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. He was believing that when the Bible came, the perfect came, these are all stopped. അങ്ങനെ ഒരു ഉണങ്ങിയ ഒരു ആരാധനയും ഒരു ഉണങ്ങിയ ക്ലാസും ഒക്കെ ആയിരുന്നു. So it was like a dry form of worship and dry form of classes. ഞങ്ങളെ ഒരു പ്രാർത്ഥന ടീം ആരംഭിച്ചു. So we began a prayer team. കുറച്ചു കുട്ടികൾ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. So some students came together for prayer. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം ദൈവം അയച്ചു. The Lord sent a great work of the Holy Spirit among us. ഞങ്ങളുടെ വിദ്യാർത്ഥികൾ പലരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് നൃത്തം ചെയ്യാനായി തുടങ്ങി. Many of the students received the baptism of the Holy Spirit. They spoke in other tongues and they were worshiping the Lord. ഞങ്ങളുടെ ആരാധനകളിലും ക്ലാസുകളിലും ഒക്കെ മാറ്റമായി. There was a great change in our worships, in our classes. ഹോസ്റ്റൽ റൂമുകൾ രാവിലെ തന്നെ ഉണർന്നു കഴിയും പ്രാർത്ഥനയ്ക്കായിട്ടും ആരാധനയ്ക്കായിട്ടും. The hostel rooms will open up even in the morning itself for prayer and worship. ഡൈനിങ് ഹാളിലെ ബെല്ലിന്റെ സമയത്തായിരുന്നു കുട്ടികൾ ഓടിച്ചെല്ലുന്നത്. എന്നാൽ ഈ ആത്മീയ ഉണർവ് വന്നപ്പോൾ ഡൈനിങ് ഹാളിലുള്ള ആ തിരക്കൊക്കെ അല്പം കുറഞ്ഞു. Usually when they were run, when the dining hall bell used to ring, but when the spiritual revival began, all the queue in that place came down. ഞങ്ങളുടെ അധ്യാപകരും അതിൽ സഹകരിച്ചു. And our teachers also participated in that. ഇതിനിടയ്ക്ക് അതിന്റെ ഫൗണ്ടർ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ പോൾ പിള്ളയെ ദൈവം പ്രവചനവരത്താലും അന്യഭാഷകളാലും രോഗശാന്തിയാലും അഭിഷേകം ചെയ്തു. In between that, the founder president, Dr. Paul Pillay, the Lord anointed him with the gift of healing and the prophecy, and he was functioning in the gifts of the Holy Spirit. ഞങ്ങളുടെ പ്രാർത്ഥനാ ടീമിൽ വന്നൊന്നും അല്ലാതെ അഭിഷേകം പ്രാപിച്ചത് എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഓർപ്പിച്ചുകൊള്ളട്ടെ. Just want to mention that he didn't come to our prayer team and receive the gifts of the Holy Spirit. അങ്ങനെ ഞങ്ങളുടെ ബൈബിൾ കോളേജിന്റെ അറ്റ്മോസ്ഫിയർ പരിശുദ്ധാത്മാവ് മാറ്റം വരുത്തി. So like that, the atmosphere in our Bible college was transformed by the Holy Spirit. എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ബൈബിൾ കോളേജിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്ക് പരസ്യത്തിനായിട്ട് എല്ലാ ഞായറാഴ്ചയും പോകും. Every Friday, Saturday, the weekends we used to go around the villages around the Bible college to go and have open air meetings. ചിലർക്കൊക്കെ ഞങ്ങൾക്ക് എതിർപ്പുണ്ടാകും. Some places we used to have oppositions. ചിലടത്ത് ആൾക്കാർ ഞങ്ങളെ ശ്രദ്ധിക്കും. Some people, some places people used to listen to what we were speaking. ഒരാൾ ഇംഗ്ലീഷിൽ പ്രസംഗിക്കും, വേറൊരാള് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. One person used to speak in English, the other person used to translate into Hindi. ഞങ്ങളുടെ കോളേജിന്റെ ചുറ്റുപാടുമുള്ള എല്ലാ ഗ്രാമങ്ങളിലും ഞങ്ങൾ യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. Like that, we went and preached the gospel of Jesus to all the villages surrounding our Bible college. കോളേജിനകത്തും യൂത്തിന് വേണ്ടിയും മറ്റും പല മീറ്റിങ്ങുകളിലും ഒരു ദൈവിക പ്രവർത്തനം തന്നെ കർത്താവ് അയച്ചു. Even within the college itself, among the youth meetings and other meetings, the work of God was sent. അങ്ങനെ എന്റെ സെക്കൻഡ് ഇയറും കഴിഞ്ഞു. Like that, my second year also was completed. അടുത്ത 4 മാസം വെക്കേഷൻ ആണ്. Next 4 months is vacation. ഞങ്ങള് കോളേജിന്റെ തന്നെ ഒരു ടീമായിട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചു. We went as a college team itself. We decided to go. ഞങ്ങൾ ഏകദേശം 10 ചെറുപ്പക്കാർ, about 10 youngsters. ആഗ്രയിൽ ഞങ്ങൾ വന്നു. We came to Agra. അവിടെ ചില മീറ്റിങ്ങുകളൊക്കെ നടത്തി. We held some meetings there. ഈ സമയത്ത് ഞങ്ങൾ താജ്മഹൽ കാണാനായിട്ട് പോയി. In this between this, we went to see Taj Mahal. വലിയൊരു അത്ഭുതകരമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. I didn't feel it as a much wondrous thing. അതിന് ഒരു കാരണമുണ്ട്. The reason is, ഒരു ചെറിയ ഭവനത്തിൽ ജനിച്ചു വളർന്ന എനിക്ക്, ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഇതൊക്കെ അത്ഭുതമാകേണ്ടതാണ്. One who was born in a small home in a little town, these all should have been wondrous things to look at. എന്നെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും 7 അത്ഭുതങ്ങളിലൊന്നുമല്ല, 10,000 അത്ഭുതങ്ങളിലും ഒന്നുമല്ല അത്.
But for me, even then and now also, it's not one among the 7 wonders or even 10,000 wonders. അതിന്റെ കാരണം യേശു തന്റെ കാന്തയ്ക്ക് വേണ്ടി പണിയുന്ന പുതിയ യെരൂശലേം എന്ന ആ ബിൽഡിങ്ങിനെ കുറിച്ചുള്ള ഒരു രൂപരേഖ എന്റെ ബ്രെയിനിലുണ്ട്. The reason is because I have a picture of the New Jerusalem that the Lord is preparing for His bride, the church. വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങളിൽ കർത്താവ് തന്റെ സഭയ്ക്ക് വേണ്ടി, തന്റെ കാന്തയ്ക്ക് വേണ്ടി പണിയുന്ന ആ പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. In chapters 21 and 22 of Revelation, we see the New Jerusalem which the Lord has prepared for His bride is descending down. രത്നങ്ങളാൽ അലങ്കൃതമായിരിക്കുന്നു, മുത്തുകളാൽ അലങ്കൃതമായിരിക്കുന്നു. It is beautified with precious stones and pearls. ഷാജഹാൻ അങ്ങനെയൊക്കെ തന്റെ പ്രിയ ഭാര്യയ്ക്ക് വേണ്ടി അലങ്കരിച്ചതാണ്. അതൊക്കെ പലരും കൊള്ള ചെയ്തു, മുത്തുകളുമൊക്കെ. പിന്നെ ആ സഹോദരിക്ക് അത് കാണാൻ ഭാഗ്യം ലഭിച്ചില്ല. ഷാജഹാന് തന്നെ അവസാനം പുള്ളിയുടെ അന്ത്യവും നമുക്കറിയാം. So the King Shah Jahan had prepared this Taj Mahal for his wife, and they couldn't be experiencing it. We know how his end was. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ താജ്മഹലിന്റെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൂട്ടി. So I took my friends to a place where not many people were there. ഞാൻ പുതിയ യെരൂശലേമിനെ കുറിച്ച് ഒരു അരമണിക്കൂർ അവർക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തു. So I took a class about New Jerusalem, about half an hour for them. അത് കഴിഞ്ഞപ്പോൾ അവർക്കും തോന്നി ഒരു ചെറിയ കെട്ടിടത്തിന്റെ മുൻപിലാണല്ലോ ഞങ്ങൾ വന്നു നിൽക്കുന്നത്. After that they also understood that we have also come in front of a small building. 1987 ഞാൻ വേൾഡ് ട്രേഡ് സെന്ററിന്റെ മുകളിൽ കയറുന്നത്. The year of 1987 was a year where I climbed up on top of World Trade Center. എനിക്ക് ബൈബിൾ നൽകിയ കുര്യൻ സാറിന്റെ ഇളയ മരുമകൻ ന്യൂയോർക്ക് സിറ്റിയിലെ പാസ്റ്ററായിരുന്നു. അദ്ദേഹം മണക്കാല ബൈബിൾ കോളേജിലെ അധ്യാപകനായിരുന്നു. എബ്രഹാം, അച്ഛൻ പാസ്റ്റർ എന്ന് പറയും. അദ്ദേഹമാണ് ടിക്കറ്റ് ഒക്കെ എനിക്ക് വേണ്ടി എടുത്ത് എന്നെ ഈ കെട്ടിടത്തിന്റെ മുകളിൽ കൊണ്ടുപോയത്. The one who gave me the Bible, his son-in-law was ministering there in New York, and he had purchased the ticket and brought me to the top of this World Trade Center. മൻഹാട്ടൻ സിറ്റിയിലെ വലിയ ട്രക്കുകളും വണ്ടികളും ഒക്കെ വെറും തീപ്പെട്ടി പോലെ ഞങ്ങൾക്ക് തോന്നുമായിരുന്നു ഈ വേൾഡ് ട്രേഡ് സെന്ററിന്റെ മുകളിൽ നിൽക്കുമ്പോൾ. When we stand on top of the World Trade Center in the Manhattan city, all the great trucks were like matchsticks. ആൾക്കാർ അവരുടെ സന്തോഷ പ്രകടനം ഇങ്ങനെ നടത്തുകയാണ്. So there the people were having their joy processions. ഒരു സായിപ്പ് ഭയങ്കര സന്തോഷിച്ച് ഇങ്ങനെ ഫിസിലടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. Another foreigner, he was very joyful and he was whistling away. ഞാനാണ് അവിടെ ഫോറിനർ, അവിടുത്തെ സായിപ്പാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പുറത്ത് തട്ടി. So I just tapped on this American's അങ്ങനെ സായിപ്പിനോട് അങ്ങനെ ചെയ്തതാണ്. നമ്മൾ ഇന്ത്യക്കാരാണല്ലോ, നമുക്ക് തന്നെ മാനറ, അല്ലെങ്കിലും എനിക്ക് തന്നെ മാനറാണ്. ഞാൻ പതുക്കെ ആയിട്ട് പുറത്തോട്ട് തട്ടി. Usually they don't have those kind of manners, but I didn't mind it. I just tapped on his shoulder. എക്സ്ക്യൂസ് മീ സാർ എന്നൊക്കെ പറഞ്ഞാണ് ചെയ്യേണ്ടത്, പക്ഷേ എനിക്കതൊന്നും തോന്നിയില്ല. So usually they say excuse and just tap, but I didn't want to do anything like that. ഞാൻ പറഞ്ഞു സാർ, it's nothing സാർ എന്ന് പറഞ്ഞു. So I told that's nothing what you are seeing. അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ ഏറ്റവും വലിയൊരു കെട്ടിടം ഒന്നുമില്ലെന്ന ഒരു ഇന്ത്യക്കാരനായ എന്നെ പോലെ ഒരാൾ പറയുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? So like that one great person, if I say that those great building is not just nothing, what will be for me like an Indian? അദ്ദേഹത്തിന്റെ മുഖം അങ്ങ് കുറെ കൂടെ ചുവന്ന് തുടിച്ചു. His face became even more red and he was looking. അയാൾ എന്നെ അടിക്കുന്നതിന് മുൻപേ ഞാൻ അടുത്ത കാര്യം പറഞ്ഞു. Before he beats me up, I told him the next thing. സാർ, യേശു തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ യെരൂശലേമിന്റെ കാര്യം നോക്കിയാൽ ഇതൊന്നുമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് അല്പം താഴ്മയായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. I spoke to him humbly. If I want to describe to you the New Jerusalem which Jesus is preparing for his children, if you compare that, this is nothing is what I want meant. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. Then he told me, what you have said is right. അങ്ങനെ ലോകത്തിലെ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലുതല്ല. അതിന് കാരണം വലുതൊക്കെ ചിലത് ഈ ബ്രെയിനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. So whatever is great according to the eyes of the world is not so much great to us, but because greater is that which is in us. ഞങ്ങൾ കണ്ട താജ്മഹലിൽ
ഷാജഹാനും ഇല്ലായിരുന്നു, മുംതാസും ഇല്ലായിരുന്നു. The Taj Mahal that we went to see there, Shah Jahan also was not there, nor Mumtaz. എന്നാൽ പുതിയ യെരൂശലേമിൽ എന്റെ യേശു ഉണ്ടായിരിക്കും, തന്റെ കാന്തയും ഉണ്ടായിരിക്കും. But in the New Jerusalem, there will be my Lord Jesus and his bride. ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താജ്മഹലിൽ നിന്ന് സാദാബാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. From the Taj Mahal, we went to Sadabad. അവിടെ ഒരു പോലീസുകാരന്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. There, one police person's home we were staying. ഞങ്ങൾ താമസിക്കാൻ ചെല്ലുന്നതിന്റെ തലേ ദിവസം കള്ളന്മാർ ആ വീട്ടിൽ കയറി മോഷണം നടത്തിയതാണ്. The day before that, thieves had entered there and done some burglary. സാദാബാദിലെ കള്ളന്മാർക്ക് പോലീസുകാരെ ഒന്നും വിഷയമല്ല. The robbers in Sadabad did not take police into much of their intentions. അവിടുത്തെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ഹാദ്രസ് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് നീങ്ങി. After the work there got finished, we went to a city called Hathras. ഹാദ്രസിൽ ഞങ്ങൾ താമസിക്കാൻ തീരുമാനിച്ചു ഒരു 3 മാസം. We decided to stay for 3 months in that city of Hathras. ഞങ്ങൾക്ക് ഒരു വീട് ആവശ്യമുണ്ട്. So we needed a house. ഞങ്ങളുടെ കയ്യിൽ പണവും ഉണ്ട്. And we had the money for it. അപ്പോൾ വീട് അന്വേഷിച്ചപ്പോൾ ചില ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ ഒരു ക്രിസ്ത്യാനിയുണ്ട്, അയാൾക്ക് വീടൊക്കെ ഉണ്ട്, അയാൾ വാടകയ്ക്ക് കൊടുക്കുന്ന ആളാണ്. When we went to look for houses here, there's a Christian, they said, who gives houses on rent. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് കുറെ വീടുകളൊക്കെ അവിടെയുണ്ട്. ഞങ്ങളിങ്ങനെ സുവിശേഷ വേലക്കാരാണ്, ഞങ്ങൾക്കൊരു 3 മാസം ഇവിടെ താമസിക്കണം, ഒരു വീട് തരണമെന്നൊക്കെ പറഞ്ഞു. So we found him out and we saw he had many houses and we are workers of the gospel and we needed to stay for 3 months and we requested him for a house. ആ വീടിന്റെ ഓണർക്ക് ഒരു ചെറുപ്പക്കാരന് വലിയ സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് വീടൊക്കെ തരാം എന്ന് പറഞ്ഞു. ഞങ്ങളെ വീടൊക്കെ കാണിച്ചു. That house owner was very excited and he said he will give us a house and he showed the house. പക്ഷെ ഇതെല്ലാം അദ്ദേഹത്തിന്റെ പിതാവ് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. But this all his father was noticing and he was observing this. അതേ ഞങ്ങളുടെ മുൻപിൽ വെച്ച് പറഞ്ഞു മോനെ, ഇവര് മദ്രാസികളാണ്, കള്ളന്മാരാണ്, ഇവന്മാർക്ക് വീടൊന്നും കൊടുക്കുന്നു. So in front of us he told his son that these people are South Indians, don't give them this house. മദ്രാസികൾ എന്നാണ് പൊതുവെ മലയാളികളെയും എല്ലാരെയും അവര് പറയുന്ന അങ്ങനെയാണ്. Those Malayalis and those they used to term them as Madrasis and they used to look down upon them, think them as thieves. എന്റെ വാക്ക് മോൻ കേട്ടു. അദ്ദേഹം വളരെ ദുഃഖത്തോട് പറഞ്ഞു, വീട് തരാനൊക്കെയല്ല. The son heard the words of the father and with much sorrow he said that we cannot give you the house. അങ്ങനെ ഞങ്ങൾ തലകുനിച്ച് അവിടുന്ന് ഇറങ്ങി. So we had to bow our heads and come out of the place. ഹാദ്രസിലെ തോട്ടികളുടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. Hathras, there was a tribe of the Harijans. അവര് ഒരു തൊഴിലാണ് തോട്ടികൾ എന്ന് പറയും. ഇന്നത്തെ പോലെ ഇന്ന് തന്നെ ലാറ്റിൻ സൗകര്യങ്ങളൊക്കെ കുറവാണല്ലോ. പണ്ട് ഒട്ടുമില്ലാത്ത ഒരു കാലം. അപ്പോൾ ഇവര് ഈ ജോലി ചെയ്യുന്നവര് എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റുകൾ, മലമൂത്ര വിസർജനങ്ങൾ എടുക്കാനായിട്ട് വരും. അവരൊരു പാട്ടയിലോ വല്ലോ ഇത് ഓരോ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുകളയും. അവരാണ് തോട്ടികൾ എന്നാണ് അവരെ വിളിക്കുന്നത്. They were the rag pickers or the ones who used to collect the garbages and dust from each homes and lay it in other places and they used to belong to that community. അപ്പം അവര് ഞങ്ങളെ സ്വാഗതം ചെയ്തു. So they welcomed us. അവർക്ക് വലിയ സന്തോഷമായി. അവരുടെ പാസ്റ്റേഴ്സ് ആയിട്ട് ഞങ്ങളെ അവർ അംഗീകരിച്ചു. So they were so happy, they welcomed us as their pastors. അപ്പൊ അവരിൽ പണമുള്ള ഒരാൾക്ക് ഒരു കക്കൂസ് ഈ 5 പൈസയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കക്കൂസ് ഉണ്ട്. So in that, the person who is rich, he used to give rent bathroom for 5 paisa. അയാൾ അവിടുത്തെ വലിയ ദാതാവാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് യൂസ് ചെയ്യാൻ, ഞങ്ങൾ അവരുടെ പാസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഫ്രീ ആണ്. He was a big dada among them because we were pastors. It was free for us. അപ്പോൾ അവിടെ ഗവൺമെന്റ് ഒരു ഷെഡ് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ഷെഡാണ്, കോൺക്രീറ്റ് ചെയ്തതാണ്, 4 വശവും വിശാലമായി കിടക്കുന്നതാണ്. അവിടെ ഞങ്ങൾ താമസിക്കാൻ തീരുമാനിച്ചു. There the government had built them a great shed where they can sleep and they also welcomed us and we could sleep there. അപ്പൊ ഞങ്ങളുടെ ഗ്രാമവാസികള് അതിന് ചുറ്റും താമസിക്കുകയാണ്. ഞങ്ങളുടെ വിശ്വാസികൾ in the village, our believers were staying around us.
അവർ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം ഓരോ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് എവിടെയെങ്കിലും കളഞ്ഞിട്ട് അവർ സന്ധ്യയ്ക്ക് വരും. ഞങ്ങൾ അവർക്ക് വേണ്ടി യോഗങ്ങൾ നടത്തും. Morning they will go for their work, and evening after collecting all the garbages and putting aside, they will come back in the evening and we will conduct meetings for them. അപ്പൊ ഞങ്ങളുടെ ഈ കെട്ടിടത്തിന് ചുറ്റുമായിട്ട് അവരുടെ ഗ്രാമത്തില് ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട്. So around this shed, along the village, there was a stream flowing. അത് ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ മാലിന്യം ഒഴുക്കാനുള്ളതാണ്. So that stream was because to flow all the waste that was coming through this village. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഉറങ്ങണമെങ്കിൽ ഈ സ്മെൽ ആവശ്യമാണ് എന്ന് തോന്നിപ്പോയി. കാരണം ഇതങ്ങ് യൂസ്ഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഉറങ്ങാൻ കഴിയില്ല, അതുകൊണ്ടായിരിക്കും ഈ ചാലിങ്ങനെ ഒഴുകുന്നത്. I was thinking that for them to get sleep, they need to be having the smell, and that's why this was flowing through the stream. ഇതൊന്നും ഒത്തിരി ദൂരമല്ല, ഒരു 4-5 അടി, ഞങ്ങൾ കിടക്കുന്നിടത്തുനിന്ന് ഒരു 5 അടി 6 അടി അപ്പുറമാണ് ഈ ചാൽ ഒഴുകുന്നത്, ഈ വട്ടം ഒഴുകുന്നത്. This is not much very far, it's 4-5 feet from where we were sleeping. എന്റെ ഒരു കൂട്ടുകാരൻ, ബോംബെക്കാരൻ, ഗോരുഗോൺകാരൻ, ഒരു ജോസഫ് മാത്യു ഉണ്ടായിരുന്നു. So my friend who was belonging to Mumbai, his name was Joseph Matthew. ജോസഫ് മാത്യു അപ്പനും അമ്മയ്ക്കും ഒരു മകനാണ്. He was a single child to his parents. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു LIC ഓഫീസറായിരുന്നു. His father was a LIC officer. അതുകൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ലാതാണ് ഈ ജോസഫ് മാത്യു വളർന്നത്. So without much financial burden, he was growing up. അപ്പോൾ ഈ വ്യക്തി ഞങ്ങളുടെ കൂടെയുണ്ട്. So this person also was with us. പുള്ളി ഈ സാഹചര്യങ്ങളെല്ലാം കണ്ട് പുള്ളിക്കങ്ങ് ഡിസെൻട്രി. When he saw all these kinds of circumstances, he had dysentery. മെഡിക്കലി എനിക്ക് പറയാൻ കഴിയില്ല, അതൊരു സൈക്കോളജിക്കൽ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വൈറസോ ബാക്ടീരിയയോ ഒന്നും കയറാൻ സമയമായില്ല ഇദ്ദേഹത്തിന്. അതിനു മുൻപ് ഇദ്ദേഹത്തിന് അസുഖം തുടങ്ങിക്കഴിഞ്ഞു. We couldn't explain it medically because there was no time for the bacteria or virus to enter. Before that, he also started having this dysentery. Maybe it was psychological. അദ്ദേഹം പിന്നീട് ബോംബെ മഹാരാഷ്ട്ര റീജിയന്റെ ചർച്ച് ഓഫ് ഗോഡിന്റെ ഓവർസിയറായിട്ട് മാറി. ഇപ്പോൾ അദ്ദേഹം ശാരീരികമായ അസ്വസ്ഥനാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. Later on, he became the overseer of the Church of God in Maharashtra, and now he is not well. We would request you to keep him in your prayers. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ യൂസ്ഡായി. ഞങ്ങളുടെ വിശ്വാസികൾക്ക് വളരെ സന്തോഷമായി. ആ സ്മെല്ലില്ലെങ്കിൽ ഞങ്ങൾക്കും ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങൾ മാറി. So we got used to that place, and our believers were very happy that we were there. And without that smell, even we couldn't get sleep. In that situation, we had gone to. അപ്പോൾ വില്ലേജിലെ ഒരു സ്ത്രീയാണ്, ആ വില്ലേജിലുള്ള ഒരു സ്ത്രീയാണ് ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അവർക്കും അതിന്റെ പൈസ കിട്ടുമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അവര് ചപ്പാത്തി ഉണ്ടാക്കി തരും. There was a sister who was making the chapatis and giving to us, and she will also earn some living through it, and so they were also happy. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പന്നികള് ഇവരുടെ ഈ ചാലിൽ വന്നിറങ്ങും. In between in the stream, the pigs will come and അവര് എപ്പോഴും ഇങ്ങനെ വാലാട്ടിക്കൊണ്ടിരിക്കും. They used to keep on wagging their tails. അങ്ങനെ ഞങ്ങൾ കഴിക്കുന്ന സമയത്താണ് വാലാട്ടുന്നെങ്കിൽ കുറെ മസാല ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചപ്പാത്തി കിട്ടും. So if they when we are eating, if they are wagging their tails, we will get some free masala along with the chapati. പക്ഷെ എല്ലാം ഞങ്ങൾ മറന്നു കഴിഞ്ഞു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളെ മെഡിക്കൽ ഫീൽഡിലേക്ക് പ്രവർത്തിക്കുന്ന ആളാണ്. നിങ്ങൾ പഠിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ഓപ്പറേഷനും ആയിട്ടൊക്കെ ഉള്ള ബന്ധത്തിൽ ആ സമയത്തുള്ള ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളും ആ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. That all was for the gospel, and we don't have to say much about you because even through the operation and other things you may not have time to eat. ഇതൊക്കെ സുവിശേഷത്തിന്റെ ഭാഗങ്ങളാണ്. These are all parts of the gospel. അതിനൊക്കെ സമർപ്പിച്ച് ഇറങ്ങിയതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് വലിയ കാര്യമായി തോന്നി. Because we had submitted our lives to all these kind of things, this was not a big matter to us. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തില് ഒരു ആഭ്യന്തര കലഹം, സവർണരും ഈ അവർണരും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. In that time there was a civil war like among those who were working at the authorities. ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും തമ്മിലുള്ള പ്രശ്നം. Fight between the high and the low castes. എന്താണ് അതിന്റെ കാരണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ? We didn't know what was the reason behind it. അപ്പോൾ അത് സാധാരണ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകാറുള്ളതാണ്. It is a common thing occurrence in the North India.
അനേക ഗ്രാമങ്ങൾ തീക്കിരയായി. So this villages became in uproar. ഹരിജനങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് വന്ന് പെട്രോളും മറ്റും ഒഴിച്ചങ്ങ് കത്തിക്കുകയാണ്. They got fire and they used to put petrol and they used to destroy that village. ഈ സവർണരായിട്ടുള്ള ആൾക്കാർ ധനികരാണ്, അവർക്ക് തോക്കും എല്ലാ ആയുധങ്ങളും ഉണ്ട്. This high caste people were rich and they all had all the weapons with them. പിന്നെ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം ഭയന്ന് മറ്റും എവിടേക്കോ പോയി. So all the women and children in our village were so much afraid and they ran off. പുരുഷന്മാരായിട്ട് ഉള്ളവരും ഞങ്ങളും ആ ഗ്രാമത്തിൽ ശേഷിച്ചു. Only few men and people of our team were just left alone in the village. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പെട്ടിയും ഒക്കെ അടുത്തുള്ള ഒരു മെതഡിസ്റ്റ് ചർച്ചില് ഞങ്ങൾ കൊണ്ടുപോയി വെച്ചു. So all our items and all the luggages that we had, we put in that Methodist church which was nearby. ഞങ്ങൾക്ക് ചില പ്രത്യേക സിഗ്നൽ കിട്ടുമ്പോൾ ഞങ്ങൾ ഓടി സുരക്ഷിതമായ മേഖലയിൽ പോയി ഒളിച്ചിരിക്കണം. When we used to get some signals, we used to run off and hide in certain places. അങ്ങനെ 1-2 പ്രാവശ്യം ഞങ്ങൾ ഓടിക്കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ താമസിക്കുന്ന ബുദ്ധിയല്ല എന്ന് എനിക്ക് തോന്നി. 2-3 times when we had to run away and go and seek refuge in safe places, then I understood it's not wise to anymore stay longer here. ഞാൻ ടീം അംഗങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഇനി ഇവിടെ താമസിക്കുന്ന ബുദ്ധിയല്ല, നമുക്ക് ആഗ്രയിലേക്കോ ഡൽഹിയിലേക്കോ മടങ്ങാം, പ്രശ്നമെല്ലാം തീർന്നു കഴിയുമ്പോൾ നമുക്ക് മടങ്ങി വരാം എന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. So I called my team members and discussed with them that saying that there's no more wise to stay here longer. Shall we go to Agra or Delhi, and when all these problems have been settled, we shall come back to this place. അപ്പോൾ എൻ്റെ സ്നേഹിതൻ വയറ്റിലെ വയറിളക്കമുണ്ടായ നമ്മുടെ പഴയ ജോസഫ് മാത്യു ഉണ്ടല്ലോ, അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെ ഈ ദൈവം നല്ലവനാണ്, സ്നേഹിക്കുന്നവനാണ്, സൂക്ഷിക്കുന്നവനാണ്, യഹോവ ഇടയനാണെന്നൊക്കെ ഇവരോട് ഇന്ന് വരെ പ്രസംഗിച്ചു. ഇപ്പോൾ ഇവർക്കൊരു പ്രശ്നം വന്നപ്പോൾ ഇതെല്ലാം ഇട്ട് പോയി, പ്രശ്നം തീർന്നു കഴിഞ്ഞ് പിന്നെയും യഹോവ നല്ല ഇടയനാണെന്ന് വന്ന് പ്രസംഗിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചു. So this old friend of mine who had this descendant, this Joseph Matthew, he asked us this question. You all preach that the Lord is our shepherd, he was the one who protects us, and now when the problem comes, you are leaving them, and when you are going to come back, are you going to again repeat that the Lord is our shepherd? ആ വാക്കുകൾ എന്റെ തല കുനിച്ചു. Those words made me bow down to him. ഞങ്ങൾ കരങ്ങളോട് കരങ്ങൾ കോർത്തു പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈ ഗ്രാമം തീക്കിരയാകുന്നെങ്കിൽ ഈ ഗ്രാമവാസികളോടുകൂടി തീക്കിരയാകാം, ഇവിടുന്ന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. We held our hands and we prayed, if this village is set on fire, along with these people in the village, we will also be part of it. We are not leaving this and going. അത്ഭുതകരമായി എങ്ങനെയോ ഒരു ക്രമീകരണം ഉണ്ടായി, പ്രശ്നങ്ങളെല്ലാം ശാന്തമായി. Miraculously, there were some situations, agreements done, and this was settled in peace. ഞങ്ങൾ പ്രവർത്തനത്തിനായിട്ട് വില്ലേജിൽ നിന്ന് പുറത്തിറങ്ങി. So we went back for our ministry and we came out of the village. ഹരിജനങ്ങളുടെ പാവങ്ങളുടെ അനേക ഗ്രാമങ്ങൾ തീക്കിരയ്ക്ക് ആയി കിടക്കുന്ന ഞങ്ങൾ കണ്ടു. We saw many villages of this community who was burnt down. അവരുടെ ഉപജീവന മാർഗമായിരുന്ന സൈക്കിൾ രക്ഷകൾ പോലും കത്തിയിട്ട് അതിന്റെ ഇരുമ്പ് ബാറുകളും മറ്റും വളഞ്ഞു കിടക്കുന്ന ഞങ്ങൾ കണ്ടു. The means of their livelihood, their cycle rickshaws also was burnt, and the iron wheels of that was also bent. അങ്ങനെ ഞങ്ങൾ നടന്ന വീടുകൾ ഉള്ള ആ ക്രിസ്ത്യാനിയുടെ ഗ്രാമത്തിലും ചെന്നു. Like that we walked and went to that village of that Christian. വീടുകളെല്ലാം തകർന്നു കിടക്കുന്നു. All the houses were burnt down. ഒരു വൃദ്ധനായ മനുഷ്യൻ തലയിൽ ബാൻഡേജും ഒക്കെ വെച്ച് ഞങ്ങളെ അകലെന്ന് കണ്ടപ്പോൾ തന്നെ കരങ്ങൾ കൂപ്പി ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. One old person, when he saw us, immediately he came. He had a bandage in his head and he is coming to us. ഞങ്ങളെ ആദരവോട് തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി. പക്ഷേ ആ വീടൊക്കെ ഇടിഞ്ഞ് തകർന്നു കിടക്കുകയായിരുന്നു. He welcomed us very with respect to come and pray in his home, but all those houses were destroyed. ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. So we prayed, blessing them. അവിടുന്ന് ഞങ്ങൾ നടന്നു. From there we walked. ആ വൃദ്ധൻ മറ്റാരും ആയിരുന്നില്ല. ഇവർ മദ്രാസികളാണ്, കള്ളന്മാരാണ്, ഇവർക്ക് വീട് കൊടുക്കരുത് എന്ന് പറഞ്ഞ ആ വൃദ്ധനായിരുന്നു. The old person was none other than the person who had told his son that these people are Madrasis, they are the ones who are robbers, we should not give them any house. ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിലൂടെ ദൈവമായിരുന്നു അങ്ങനെ പറയുവാൻ അനുവദിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ നിങ്ങളോട് സംസാരിക്കാൻ
ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ലായിരുന്നു. We understood that it was the Lord who made him speak like that roughly, because otherwise today I would not be here maybe to preach in front of you. ആ കലാപത്തിൽ ഞങ്ങളും ഒരുപക്ഷെ തകർന്നു പോകാമായിരുന്നു. In that riot, even we also may have lost our lives. എന്നാൽ വലിയ വാതിലുകളും ഗേറ്റുകളും ഒന്നുമില്ലാത്ത ആ പാവങ്ങളോട്, ആ തോട്ടികളോട് ഞങ്ങൾ താമസിച്ചു. ഒരു പ്രശ്നവും ഞങ്ങളുടെ ഗ്രാമനിവാസികൾക്കുണ്ടായില്ല. But without much gates or without much protection, we stayed with those people of the low community, and there was no issues or problems we had to go through there. ഞങ്ങളുടെ അവധിക്കാലം കഴിഞ്ഞു. എന്റെ തേടിയ പഠനത്തിനായിട്ട് മടങ്ങി വരേണ്ട സമയമായി. Our vacation was over and we had to go back to our studies. ഞങ്ങളുടെ ഗ്രാമനിവാസികൾ ഞങ്ങൾക്ക് നല്ലൊരു യാത്രയപ്പ് നൽകി. So our village people gave us a good fare. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. They said that we experienced that the Lord is with you. അങ്ങനെ ഞങ്ങൾ മടങ്ങിയെത്തി. Like that we came back. എന്റെ 3ാമത്തെ വർഷത്തെ പഠനം ആരംഭിച്ചു. My 3rd year studies ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയില് തുടർന്നുള്ള അനുഭവങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. God willing, in the coming weeks we would share more of the experiences from my life. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങളിലെ സഭകളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We have been looking from the 7 churches in Revelation chapter 2 and 3. 7 സഭകളിലെ അവസാനത്തെ സഭയായ ലവോദിക്ക സഭയുടെ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. Among the 7 churches, the 7th church, the Laodicean church, we had began in the last week. 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ലവോദിക്ക സഭയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. Chapters 3 verse 14 to 22 is when the message to the Laodicean church is written. അവിടെ നമ്മുടെ കർത്താവ് എങ്ങനെയാണ് പ്രത്യക്ഷനായിരിക്കുന്നത്, ഈ നിലയിലാണ് അവരെ അഭിസംബോധന ചെയ്യുന്നതെന്നാണ് നമ്മൾ ചിന്തിച്ചത്. In the last week we saw how the Lord appeared to them and how he is being introduced to this church. നമ്മുടെ കർത്താവ് ആരാണ്? Who is our Lord? വിശ്വസ്തനാണ്. He is the faithful. സത്യവാനാണ്. He is the truth one. സത്യവാനായ സാക്ഷിയാണ്. And he is the truthful witness. ഇതേക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു കഴിഞ്ഞു. We had already meditated upon this in the last week. നമുക്കൊരിക്കൽ കൂടി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കാം. Once again we'll read the 14th verse of chapter 3 of Revelation. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളിച്ചെയ്യുന്നു. And to the angel of the church of the Laodiceans write, these things says the Amen, the faithful and true witness, the beginning of the creation of God. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ ദൈവസൃഷ്ടിയുടെ ആരംഭമാണ്. Here the Lord is saying he is the beginning of the creation of God. ഞാൻ ആമേൻ ആണ്. I am Amen. ഈ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ പല സംശയങ്ങൾ നമുക്കുണ്ടാകാം. When we go through these verses, we may have certain doubts. യേശു ദൈവസൃഷ്ടിയുടെ ആരംഭമാണ്. Jesus is the beginning of the creation of God. എന്ന് പറഞ്ഞാൽ ദൈവം ആദ്യം സൃഷ്ടിച്ചത് യേശുവിനെയാണ്. That means in one way the one that God created first is Jesus. എന്നതുപോലെ നമുക്ക് തോന്നും. We may think like that. അപ്പോൾ യേശു ദൈവമാണ്. But then is Jesus God? യേശു ദൈവമാണെങ്കിൽ ആരോടാണ് പ്രാർത്ഥിച്ചത്? If Jesus is God, then whom did he pray to? യേശു ദൈവമായിരുന്നെങ്കിൽ ക്രൂശിൽ മരിക്കുമോ? ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? If Jesus is God, will he die? Will he die on the cross? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ അതിന് തൃപ്തികരമായ നിലയിൽ മറുപടി പറയാൻ കഴിയുമോ? If these questions are asked to you, can you give them answers in a satisfactory manner? മറുപടി ഉണ്ട്. There is an answer. നിരീശ്വരന്മാർ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കും. The atheists will ask you these kinds of questions. ചില മതവിശ്വാസികൾ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കും. Certain religious people will ask you these questions. അതിന് നമ്മൾ മറുപടി കണ്ടെത്തിയേ ഒക്കൂ. So we need to find the answer to these questions. ഒരു പുരുഷായുസ് മുഴുവൻ പഠിച്ചാൽ നമുക്ക് യേശുവിനെ പഠിച്ചു തീർക്കാൻ ഒക്കുകയില്ല. Even if you study your whole lifetime, you may not study the whole life of Jesus.
നമ്മൾ ഒരു ഭാഗം മാത്രമായിരിക്കും ഒരുപക്ഷെ അറിയുന്നത്. We may be knowing only one part of it. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. So therefore we need to know certain things definitely about the Lord Jesus. എല്ലാറ്റിന്റെയും ആരംഭമാണ് യേശു. He is the beginning of all things. യേശുവിന് മുൻപൊന്നും ഉണ്ടായിരുന്നില്ല. There is nothing before the Lord Jesus. എന്നാൽ ചില പ്രത്യേക കാര്യത്തിൽ തനിക്കൊരു ആരംഭമുണ്ട്. But in certain things he has a beginning. മനസ്സിലാക്കാൻ നമ്മൾ 1-2 വാക്യങ്ങളിലൂടെ പോയതിനു ശേഷം അതിന്റെ യുക്തിപരമായ നിലയിലേക്ക് നമുക്ക് ചിന്തിക്കാം. To understand this we need to go through certain verses and we need to understand the true meaning of it. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ 1:14 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. In Colossians chapter 1 verse 14 we read like this. ആ വാക്യം നിങ്ങൾക്ക് ഒന്ന് എടുക്കാമോ? 1 ആണോ 2 ആണോ എന്ന് നോക്കി. കൊലോസ്യ ലേഖനം Verse 15, who is the image of the invisible God, yes, the firstborn of every creature. Okay, that's the chapter first, right? Yes, 1 verse 15. കൊലോസ്യ ലേഖനം 1:14 മുതലുള്ള വാക്യം. Colossians chapter 1 verse 14 onwards. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. യേശുവിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. In Jesus we have redemption through his blood. അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും, who is the image of the invisible God, സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. the firstborn of every creature. നോക്കിയേ, ദൈവത്തിന്റെ പ്രതിമയാണ് യേശു. Look here, he is the image of the invisible God. ദൈവം അദർശ്യനാണ്. God is invisible. യേശു ദർശ്യനാണ്. Jesus is the one who is visible. ഇവിടെ അദർശ്യനായ ദൈവത്തെ നമ്മൾ യേശുവിലൂടെയാണ് കാണുന്നത്. Here we see the invisible God through the visible Jesus. അപ്പോൾ ദൈവത്തിന്റെ രൂപം എന്താണ് എന്ന് ചോദിച്ചാൽ യേശുവാണ്. So if you want to know the image of God is Jesus. അത് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം വായിക്കണം. If you have to understand that, you need to read this verse, John chapter 10 verse 30. അവിടെ യേശു പറയുകയാണ്, ഞാനും പിതാവും ഒന്നാകുന്നു. I and my Father are one. ഞാനും പിതാവും ഒന്നാകുന്നു. I and my Father are one. അദർശ്യനായ പിതാവ് തന്നെയാണ് ഞാൻ. The invisible Father is me. ഞാൻ ദൈവത്തിന്റെ പ്രതിമയാണ്. I am the image of the invisible God. ആരാണ് ദൈവം? So who is God? അദർശ്യനാണ്. He is the one who is invisible. ആ അദർശ്യനായ ദൈവം, that invisible God, ദർശ്യനായി വന്നപ്പോൾ, when he made himself visible to us, അത് യേശുവാണ്. that was Jesus to us. ആ ദർശ്യമാകുന്നതിനൊരു ഉദ്ദേശമുണ്ട്. And there was a reason why he was incarnated like that. അത് നമ്മുടെ പാപമോചനത്തിനാണ്. And that was for the redemption of the forgiveness of our sins. ആ പാപമോചനത്തിനോടുള്ള ബന്ധത്തിൽ സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനാണ്. And in the matter of the forgiveness of sins, he is the firstborn of every creature. അങ്ങനെയാണവൻ ദൈവ സൃഷ്ടിയുടെ ആരംഭമാകുന്നത്. That is how we know that he is the beginning of the creation of God. യഹോവ തന്നെയാണ് യേശു. God is the Lord is Jesus. പിതാവ് തന്നെയാണ് പുത്രൻ. The Father is the Son. പക്ഷെ പിതാവ് പുത്രനാകുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. But there is a reason that the Father becomes the Son. അത് ആൾക്കാർക്ക് പാപമോചനം വരാനാണ്. And that is for bringing us the forgiveness of our sins. അതിനൊരു സൃഷ്ടിയുണ്ട്. And there is a creation for that. അത് സകല സൃഷ്ടിയുടെയും ആരംഭത്തിലാണ്. And that is in the beginning of the creation of God. ലോകസ്ഥാപനത്തിന് മുൻപായി അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. He is the lamb who was slain before the foundations of the world. ഇങ്ങനെ വേണം ബൈബിൾ പഠിക്കാൻ, അല്ലെങ്കിൽ അബദ്ധങ്ങൾ ഉണ്ടാകും. That is how we need to study each verses, otherwise we are in error. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. Next verse we see, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദർശ്യമായതും അദർശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. For by him were all things created that are in heaven and that are in earth, visible and invisible, whether they be thrones or dominions or principalities or powers.
All things were created by him and for him. അപ്പൊ എല്ലാം ദർശ്യവും അദർശ്യവുമായതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് യേശുവിനാലാണ്, യേശുവിന് വേണ്ടിയാണ്. That means all things visible and invisible was created for Jesus and by Jesus. ആ സൃഷ്ടികളുടെ ഒക്കെ ആരംഭത്തിൽ മാനവലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവത്തിന്റെ പ്രതിമയായിട്ട്, ദൈവത്തിന്റെ പ്രതിരൂപമായിട്ട് യേശു സൃഷ്ടിക്കപ്പെട്ടു. At the beginning of the creation of all this creation, he became the image of the invisible God for the forgiveness of the sins of the mankind. ആ വാക്യത്തിന്റെ അവസാനം നോക്കുക, അവൻ സർവ്വത്തിനും മുൻപേ ഉള്ളവൻ. Verse 17 is before all things. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. And by him all things consist. അവൻ സർവ്വത്തിനും മുൻപേ ഉള്ളവൻ. He is before all things. അവന് മുൻപ് ആരും ഉണ്ടായിരുന്നില്ല. No one was preceding him. എല്ലാ കാര്യത്തിന്റെയും ആധാരം യേശുവാണ്. He is the one who is the one on whom all things consist. ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് യേശുവിനാലാണ്, യേശുവിന് വേണ്ടിയാണ്, യേശുവിലൂടെയാണ്. Whether it is visible or invisible, it was created by Jesus, for Jesus, through him. യേശു കരഞ്ഞതും പ്രാർത്ഥിച്ചതും ക്രൂശിക്കപ്പെട്ടതിനുമൊക്കെ അർത്ഥമുണ്ട്. So there is a reason behind why Jesus wept and why he was crucified and all that he went through. കാരണം അതൊന്നും അഭിനയമായിരുന്നില്ല. Because those were all not just that he was acting out. സർവശക്തനായ ദൈവത്തിന് ആരായിട്ടുമായിരിക്കാൻ കഴിയും. Almighty God is able to be incarnated into anyone. ദൈവത്തിന് അദർശ്യനായിരിക്കാൻ കഴിയുമ്പോൾ തന്നെ ദൈവത്തിന് ദൃശ്യമായിരിക്കാനും കഴിയും. At the same time that he is invisible, he can also be visible to us. ദൈവത്തിന് സ്വർഗത്തിൽ പിതാവായിരിക്കാൻ കഴിയുമ്പോൾ തന്നെ When God is able to be as the Father in heaven, അതേ സമയത്ത് പുത്രനായിട്ട് ഭൂമിയിലായിരിക്കാനും കഴിയും. at the same time he can be the Son on this earth. ദൈവം സ്വർഗത്തിൽ ദൈവമായിരിക്കുമ്പോൾ തന്നെ യേശുവായിട്ട് ക്രൂശിൽ മരിക്കാനും കഴിയും. When God is the Father in heaven, he can be as Jesus dying on the cross. കാരണം ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. Because there is nothing impossible with God. നമ്മൾ മാനുഷികമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നത്. Since we think our human mind, that is why we fall into error. നമുക്ക് പിതാവും പുത്രനുമായിട്ട് ഒരുപോലെ ആയിരിക്കാൻ കഴിയുകയില്ല. We cannot be as a father and son at the same time. നിങ്ങൾക്ക് വെല്ലൂരും മുണ്ടിയപ്പള്ളിയിലും ഒരേ സമയത്തായിരിക്കാൻ കഴിയുകയില്ല. You can't be at the same another Vellore and Mundiapalli at the same time. നിങ്ങൾക്ക് ജീവനോട് ഒരിടത്തിരിക്കുകയും മറ്റൊരിടത്ത് മരിക്കുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. You cannot be in a place where you are existing as a living person, another place where you are dead. കാരണം നിങ്ങൾ മനുഷ്യരാണ്, ഞാൻ മനുഷ്യനാണ്. Because you and me are human beings. എന്നാൽ എന്നെ പോലെയല്ല, നിങ്ങളെ പോലെയല്ല ദൈവം. But you and me is not like who God is. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. There's nothing impossible with our God. ദൈവത്തിന് പിതാവായിരിക്കുമ്പോൾ മകനായിട്ട് ഭൂമിയിലായിരിക്കാൻ When കഴിയും. God exists as Father, he can be as the Son in earth. അത് ദൈവത്തിന് കഴിയുകയില്ലെങ്കിൽ ദൈവത്തെ സർവശക്തനാണെന്ന് പറയുവാൻ കഴിയുകയില്ല. And if that is not possible with God, we cannot call him as the Almighty God. ദൈവം പല നിലകളിൽ വരുന്നതിന് പല കാരണങ്ങളുണ്ട്. അതാണ് നമ്മൾ അറിയേണ്ടത്. There are various reasons for which the Lord appears to us in various forms. സൃഷ്ടിതാവായ ദൈവം, സർവശക്തനായ ദൈവം നമ്മുടെ അടുക്കലേക്ക് വന്നാൽ നമ്മൾ ചാമ്പലായി പോകും. When the Creator God, the Almighty God, if he comes near us, we are into ashes. നമുക്ക് നിൽക്കാൻ കഴിയുകയില്ല. We cannot stand in that presence. അതുകൊണ്ട് ദൈവം മനുഷ്യനായി വന്നു. That is why the Lord incarnated as man. മനുഷ്യനായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരാനൊക്കെയല്ല. As the human being, the Lord cannot enter into our hearts. അതുകൊണ്ട് കർത്താവ് ആത്മാവായിട്ട് വന്നു. That is why the Lord came as the Spirit. ദൈവികമായ പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ വരുന്നതിന്റെ കാരണം നമ്മളോടുള്ള ബന്ധത്തിലാണ്. So all these divine types of works are in relation to man. ദൈവത്തിന് മരിക്കാൻ ഒക്കെയല്ല. God cannot die. പക്ഷെ പാപിക്ക് വേണ്ടി മരിച്ചേ ഒക്കൂ. But he has to die for the sinner. അതുകൊണ്ട് ദൈവം മനുഷ്യനായി വരുന്നു. That is why God was incarnated into man. മനുഷ്യനായി വരുമ്പോൾ തനിക്ക് പിതാവുണ്ട്, മാതാവുണ്ട്. When he comes as a human being, he has a father and mother. വിശപ്പുണ്ട്, ദാഹമുണ്ട്, He has hunger, he has thirst. ഉറക്കമുണ്ട്, He needs to sleep. പ്രാർത്ഥനയുണ്ട്. He has to pray.
അല്ലെങ്കിൽ അതൊരു അഭിനയമായി പോകും. Otherwise, it will just become an acting. പക്ഷേ യേശു ദൈവത്തിന്റെ പ്രതിമയാണ്. But Jesus was the image of the invisible God. ഇത് മനസ്സിലാക്കാൻ ബൈബിളിലേക്ക് തന്നെ നമുക്ക് മടങ്ങിപ്പോവാം. To understand this, we'll go back to the Bible. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം In the book of Isaiah, 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. chapter 9, verse 6. അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? What do we read there? അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. For unto us a child is born, unto us a son is given. ആധിപത്യം അവന്റെ തോളിലിരിക്കും. And the government shall be upon his shoulders. അവൻ അത്ഭുതമന്ത്രി, His name shall be called Wonderful, വീരനാം ദൈവം, Counselor, നിത്യപിതാവ്, the Everlasting Father, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. the Prince of Peace will be called. അപ്പോൾ ഈ നിത്യപിതാവ്, വീരനാം ദൈവം എപ്പോഴാണ് ശിശുവായത്? So when did this Everlasting Father, Mighty God, become a child? എപ്പോഴാണ് ഈ സമാധാന പ്രഭു, വീരനാം ദൈവം മകനായത്? When did this Prince of Peace, this Mighty God, become the Son? അത് നമ്മൾ യേശുവിലാണ് കാണുന്നത്. And that we see in the Jesus. എന്തിനാണ് യേശു ശിശുവായത്? എന്തിനാണ് യേശു മകനായത്? Why was Jesus a child or a son? അത് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായിരുന്നു. That was for the forgiveness of our sins. നമുക്ക് വേണ്ടി മരിക്കേണ്ടതിനായിരുന്നു. He had to die for our sins. അപ്പോൾ നമ്മൾ ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആഴമായി ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പഠിക്കണം. So when we study about God, we need to go into the deep mysteries of the Word of God. അപ്പോഴാണ് അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയാണ്, സകല സൃഷ്ടിയുടെയും ആരംഭമാണ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. That's when we understand this verse. He is the image of the invisible God, and he is the beginning of the creation of God. അവൻ എല്ലാ യേശു എന്നുള്ള നിലയിലാണ് അതിന്റെ ബിഗിനിങ്. All this is because Jesus is at the beginning. പിതാവ് എന്നുള്ള നിലയിൽ ആദ്യനും അന്ത്യനുമാണ്. As the Father, he is the first and the last. പിതാവ് എന്നുള്ള നിലയിൽ മരിക്കുന്നില്ല. The Father, he does not die. പിതാവ് എന്നുള്ള നിലയിൽ പ്രാർത്ഥിക്കുന്നില്ല. In the Father's position, he doesn't pray. മകൻ എന്നുള്ള നിലയിൽ പ്രാർത്ഥിക്കുന്നു. In the position of the Son, he prays. ശിശു എന്ന നിലയിൽ കരയുന്നു. As a child, he cries. ദൈവം എന്ന നിലയിൽ മരിക്കുന്നില്ല. As a God, he doesn't die. മകൻ എന്ന നിലയിൽ മരിക്കുന്നു. As a son, he goes to die for our sins. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. For unto us a child is born, unto us a son is given, and the government shall be upon his shoulder. His name will be Wonderful Counselor, the Mighty God, the Everlasting Father. അതാണ് യോഹന്നാന്റെ സുവിശേഷം 10:30 യേശു പറഞ്ഞത്, ഞാനും പിതാവും ഒന്നാകുന്നു. This is what in the book of John chapter 10 verse 30 Jesus said, I and my Father are one. ബൈബിൾ നിങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങളെ കുരുക്കാനായിട്ട് ആൾക്കാർ പറയുമ്പോൾ ഈ ചിന്തകൾ ഉണ്ടാകണം. മാനുഷിക ചിന്തയിൽ ദൈവത്തെ കാണരുത്. When we read this Bible verses, some people may try to put us into traps. We need to not look at the Bible with our human mind. പണ്ട് ആൾക്കാർ ചോദിക്കുമായിരുന്നു, യേശു പിതാവായ ദൈവത്തിന് മകനുണ്ടെങ്കിൽ ഭാര്യ ആരാണ്? Before, people used to ask if the Father God has a son, who was the wife? ഇന്നങ്ങനെ ചോദിക്കുകയല്ല. Today they won't ask like that. ഇന്ന് സ്ത്രീ പുരുഷ ബന്ധം കൂടാതെ തന്നെ ഒരു സ്ത്രീക്ക് ഗർഭവതിയാകാനും പ്രസവിക്കാനും കഴിയും. Without the husband and wife relationship, only a wife can conceive and she can bear a son. എന്നാൽ ഇതൊന്നും അറിയാതിരുന്ന കാലത്തെ ആൾക്കാരുടെ ചോദ്യമാണ്, യേശു ദൈവപുത്രനാണെങ്കിൽ പിതാവിന്റെ ദൈവത്തിന്റെ ഉമ്മ ആരായിരുന്നു എന്ന് ചോദിക്കുന്നത്. So without understanding this, if God was the father and Jesus the son, who was the mother? കാരണം അവന്റെ ചിന്തയിലൂടെയാണ്, അവന്റെ ബ്രെയിനിലൂടെയാണ്, അവൻ ജനിച്ചതുപോലെയാണ്, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ ജനിക്കുന്ന പോലെയാണ് എല്ലാവരും ജനിക്കുന്നതാണ് അവന്റെ ചിന്ത. Because his logical mind is like the people born in his home, how he was born naturally. That is how Jesus was born. ഒരു മാനുഷിക പിതാവോ മാതാവോ ഇല്ലാതെ ആദമിനെ ദൈവം സൃഷ്ടിച്ചു. Without an earthly father or mother, the Lord created Adam. ഒരു അമ്മയില്ലാതെ ഹവ്വായെ ദൈവം സൃഷ്ടിച്ചു. Without a mother, Eve was created. ആ ദൈവത്തിന് യേശുവിനെ ഈ ലോകത്തിൽ നൽകുവാനായിട്ട് ഒരു ഉമ്മയുടെ ആവശ്യമൊന്നുമില്ല.
So that same God, he doesn't need a mother or a wife to give Jesus into this world. അത് അവന്റെ ആ ചെറിയ മനസ്സിലെ കുടുസായ മനസ്സിലെ ചിന്തയിൽ നിന്ന് അവൻ കണക്കൂട്ടുന്നതുകൊണ്ടാണ്. That in his narrow mind, in his limited thinking, is what he is coming to this. ദൈവത്തെ ദൈവവചനത്തിലൂടെ നോക്കണം. Shall we look to the Lord through the word of God? എങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് കഴിയൂ. Only then we can understand the word of God clearly. നമുക്ക് 1-2 വാക്യങ്ങൾ കൂടെ നോക്കാം. യോഹന്നാന്റെ ഈ വാക്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് നല്ലതാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. You can write down these verses. It will be useful for you in the future. 1 John chapter 5 verse 20. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. There we read like this. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അവൻ നമുക്ക് സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. And we know that the Son of God is come and has given us an understanding that we may know him that is true. വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവപുത്രൻ വന്നു. Here we see the Son of God is come. സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം നൽകി. He has given us the understanding that we may know he is true. അപ്പോൾ സത്യദൈവം വേറെയല്ലേ? So that means the true God is it someone different? സത്യദൈവത്തെ അറിയിച്ചതല്ലേ ദൈവപുത്രൻ? Isn't it that the Son of God showed us the true God? അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. Next verse you read. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. This is the true God and eternal life. എന്താണ് ഇതിന്റെ അർത്ഥം? What is the meaning of this verse? അദർശനായ ദൈവത്തെ, the one who was invisible, യേശു ദർശനായി നിന്നുകൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി. Jesus became visible and introduced him to us. അവിടെയാണ് പുത്രനായത്. There he became the Son. ആ പുത്രൻ ആരാണ്? സത്യദൈവമാണ്, നിത്യജീവനാണ്. Who is that Son? He is the true God, he is the eternal life. തീത്തോസിന്റെ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. In the letter of Titus, 2-ാം അധ്യായം, 2nd chapter, അതിന്റെ 12-ാം വാക്യം നോക്കുക. chapter 2 verse 12 shall be looked into. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? What is written there? ഈ ദൈവം ആരാണ്? നമ്മുടെ കർത്താവ് മഹാദൈവം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Who is this great God? It's written there. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. Titus chapter 1 verse 12. സോറി, 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. Chapter 2 verse 12. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. Verse 13 it says, looking for that blessed hope and the glorious appearing of the great God and our Savior Jesus Christ. ഈ കർത്താവ് ആരാണ്? Who is this Lord? മഹാദൈവമാണ്. He is the great God. മഹാദൈവം. He is the great God. അതുപോലെ തന്നെ അതിനുള്ള ബന്ധത്തിൽ ഈ തോമസ് അപ്പോസ്തലന് ആദ്യം യേശുവിനെ സംശയിച്ചു. പിന്നീട് അദ്ദേഹം വിളിക്കുന്ന ആ വിളി നമ്മളെ വലിയ അത്ഭുതപ്പെടുത്തുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. Apostle Thomas in John chapter 20 verse 24, he is so astonished to see at the resurrected body of Jesus. And we read what he is saying. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. Thomas answered and said unto him, my Lord and my God. നീ എന്റെ ദൈവമാണ്, നീ എന്റെ കർത്താവാണ്. You are my Lord and you are my God. പ്രിയപ്പെട്ടവരെ, യേശു ദൈവമാണ്. Dear friends, Jesus is God. യേശു ദൈവമാണോ എന്ന് ചോദിച്ചാൽ യേശു ദൈവസൃഷ്ടിയുടെ ആരംഭമാണ്. If Jesus is God, he is the beginning of the creation of God. വെള്ളം ഐസ് അല്ല. Water is not ice. ഐസ് നീരാവിയുമല്ല. And ice is not vapor. എന്നാൽ അടിസ്ഥാനപരമായതെല്ലാം ഹൈഡ്രജനും ഓക്സിജനുമാണ്. But the elements of it is all contained in hydrogen and oxygen. വെള്ളം ഐസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. If you say water is ice, it doesn't mean like that. ഐസ് ആണോ നീരാവി എന്ന് ചോദിച്ചാൽ അല്ല. If ice is what is becoming the water vapor, it's not that. നീരാവിക്ക് വെള്ളമാകാം, ഐസിന് വെള്ളമാകാം, വെള്ളത്തിന് ഐസ് ആകാം, ഐസിന് നീരാവിയാകാം. The water vapor can become water, water can turn into ice, ice can turn into water or water vapor.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണോ എന്ന് ഞാൻ ചോദിച്ചാൽ ഒന്നാണ്, ഒന്നല്ലേ എന്ന് ചോദിച്ചാൽ ഒന്നല്ല. If you ask the Father, Son and the Holy Spirit, are they one? If they are one. If they are not one, they are not one. നിങ്ങൾ ഒന്നിനെ ഒന്നുകൊണ്ടും നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ 3 എന്ന് കിട്ടും. If you add 1 + 1 + 1, it will be 3. എന്നാൽ നിങ്ങൾ അതിനെ ഗുണിക്കുകയാണെങ്കിൽ 1 ആയിരിക്കും. But if you multiply 1 into 1 into 1, it will be remaining as 1. 3 അല്ല. That is not 3. പിതാവാണോ പുത്രനല്ല, പുത്രനാണോ പരിശുദ്ധാത്മാവല്ല. പക്ഷെ പിതാവാണ് പുത്രൻ, പിതാവ് തന്നെയാണ് പുത്രനായത്, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവായത്. Is the Father Son or the Son the Holy Spirit? It's not like that, but Father became the Son all the became the Holy Spirit. പക്ഷെ ഇവരാരും അഭിനയിക്കുകയായിരുന്നില്ല. But these people are not just acting, performing. അക്ഷരാർത്ഥത്തിൽ അവർ അത് ഫീൽ ചെയ്യുകയാണ്. They were literally become that. യേശു മനുഷ്യനായി വരുമ്പോൾ മനുഷ്യൻ തന്നെയാണ്. When Jesus became as a human being, he was a human. ഇങ്ങനെ യേശുവിനെ കുറിച്ച് നമ്മൾ ആഴമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. So we need to study deep things about the Lord Jesus. അപ്പോൾ യേശു ആരാണ്? So who is Jesus? നിത്യപിതാവാണ്. He is the everlasting Father. വീരനാം ദൈവമാണ്. He is the Almighty God. ശിശുവാണ്. He is a child. മകനാണ്. He is a son. പിതാവ് തന്നെയാണ് ശിശുവായത്. The Father became the child. ശിശു തന്നെയാണ് മകനായത്. This child became the son. എനിക്ക് നിങ്ങൾക്കും അങ്ങനെ ആകാനൊക്കെയില്ല. For me and you, we cannot become like that. ആർക്കും ആകാനൊക്കെയില്ല. No one can become like that. ദൈവത്തിനാകാൻ കഴിയും. The Lord can become like that. അതുകൊണ്ടാണ് ദൈവം സർവശക്തൻ എന്ന് നമ്മൾ പറയുന്നത്. That is why we see that the Lord is the Almighty God. സർവ്വവ്യാപി എന്ന് പറയുന്നത്. He is the omnipotent God. സർവജ്ഞാനി എന്ന് പറയുന്നത്. He is the omniscient God. ഇല്ലെങ്കിൽ ദൈവമല്ല. God is not God. അതിനാകാൻ കഴിയാത്ത ആരെയും ദൈവമായിട്ട് അംഗീകരിക്കരുത്. And the one who cannot become like that, we cannot recognize or accept them as our God. ഇവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്. So here we read in the Revelation book chapter 3 verse 14. ലവോദിക്ക സഭയുടെ ദൂതൻ എഴുതുക. To the angel of the church in Laodicea, വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ these are the things says the Amen, the faithful true witness, the beginning of the creation of God. ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. He is the one who is Amen. എന്താണ് ആമേൻ എന്ന് പറഞ്ഞാൽ? What is the meaning of Amen? ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സത്യം എന്നാണ് ഒരർത്ഥം. Amen be it, that means it is like that, so be it. പക്ഷെ ഇവിടെ ഒരു വ്യക്തിക്ക് ആ പേര് വരികയാണ്. But here a person is named as Amen. എന്താണ് സത്യം? What is the truth? നമ്മൾ പറയുന്നു സത്യം പല കാര്യം, പക്ഷെ ഒരു വ്യക്തിക്ക് സത്യം എന്ന പേര് വന്നു. One person was called as truth. We know many truths. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. Jesus said, I am the way, the truth and the life. നമ്മൾ സത്യം പറയാറുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കള്ളം പറയുന്നത് കൊണ്ട് നമ്മളെ സത്യം എന്ന് വിളിക്കാൻ ഒക്കെയല്ല. Some we may say truth, but in between we may lie, and they cannot call us as truth. നമ്മൾ കൂടെ ആമേൻ പറയാറുണ്ട്, നല്ല കാര്യത്തിനും പറയാറുണ്ട്, ചിലപ്പോൾ അറിയാതെയും പറയാറുണ്ട്. അതുകൊണ്ട് നമ്മളെ ആമേൻ എന്ന് വിളിക്കാൻ ഒക്കെയല്ല. So in between we say Amen. Sometimes we say for the good things and sometimes not so good. So they cannot call us as Amen. ഒരിക്കൽ ഒരു യോഗത്തിൽ ഒരു ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, യൂട്രസിന് തകരാറായ ഒരാളുണ്ട്, അവർ കൈ ഉയർത്തി ആമേൻ പറഞ്ഞ് മുൻപോട്ട് വരാമെന്ന് പറഞ്ഞു. So there was one pastor who preached, called out, there's a person who has a problem in a uterus, so you can shout out Amen and come in the front. ഇത് കേട്ട ഉടനെ 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആമേൻ എന്ന് പറഞ്ഞ് മുൻപോട്ട് ഓടിച്ചെന്നു. When this heard, one young man 28 years old, he said Amen and came front. ഒരാത്മീയനാണ്, ഇത് യൂട്രസ് എന്താണെന്നൊന്നും അവൻ അറിഞ്ഞുകൂടാ. അവന് ഒരു ദൈവദാസൻ പറഞ്ഞു, അവൻ ആമേൻ പറഞ്ഞു, പ്രാർത്ഥനയ്ക്കായിട്ട് അവൻ ചെന്നു. This guy was a spiritual person. He didn't know what the meaning of uterus. He just said Amen and came front. അതുകൊണ്ട് ആമേൻ നമ്മൾ പറയുന്നവരാണെങ്കിലും നമ്മളെ ആമേൻ എന്ന പേരിൽ അറിയപ്പെടാൻ ഒക്കെയല്ല. Therefore we may be calling out or crying out Amen, but no one can call us as Amen. എന്നാൽ യേശു ആമേനാണ്. But Jesus is Amen. യേശു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. Jesus said, truly truly I say to you, if any man is not born again, he cannot see the kingdom of heaven. 100% സത്യമാണ്. That is 100% true. അതുകൊണ്ട് കർത്താവ് ആമേനാണ്.
That is why Jesus is called Amen. അവൻ സകല സൃഷ്ടിയുടെയും ആരംഭമാണ്. He is the beginning of all creation. സകല സൃഷ്ടിയുടെയും കാരണഭൂതനാണ്. He is the one who is the creation which എല്ലാം അവന് വേണ്ടിയും അവനാലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. all things are created for him and created by him. നമ്മുടെ കർത്താവ് ആമേനാണ്. Our Lord is Amen. അവൻ ഒരു വാക്ക് പറഞ്ഞാൽ ഉവ്വ് ഉവ്വ് എന്നാണ്, ഇല്ല ഇല്ല എന്നാണ്. If he speaks a word, whatever he says yes is yes. If he says no, അവൻ 100% സത്യമാണ്. he is 100% truthful. നമുക്ക് പൂർണ്ണമായിട്ട് കർത്താവിൽ ആശ്രയിക്കാം. We can completely, wholeheartedly. അവൻ എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. Whatever he says, that will remain. എത്ര നല്ലൊരു കർത്താവ്, വിശ്വസ്തനായ കർത്താവ്. What a wonderful Lord, the faithful one. സത്യവാനായ കർത്താവ്. He is the one who is truthful. സകല സൃഷ്ടിയുടെയും ആരംഭമായ കർത്താവ്. He is the beginning of the creation of God. ആമേൻ ആയ കർത്താവ്. The one who is Amen. കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. Shall we take a decision to live for this ഈ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. Shall we put our trust in this Lord? കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങൾ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless each one of you with these words. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിലും നമുക്കൊന്നിച്ചു കൂടാം. If the Lord wills, shall we again meet together in the coming week with another teaching. Praise the Lord. Thank you so much, dear Pastor, for teaching to us powerfully from the Word of God. Amen. Praise God. The Lord has spoken to us.